हरि ओम हरि ओम हरि ओम हरि ओम। ओम श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम्। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। अज्ञानान्दर्गहनपतितान् आत्मविद्योपदेशैः त्रातुं लोकान् भवदवशिकातापसं तज्यमानान् मुक्त्वा मौनं बडविडपिनो मूलतो निष्पदन्ति। शम्भोर्मूर्तिश्चरति भुवने शङ्कराचार्यरूपा शम्भोर्मूर्तिश्चरति भुवने शङ्कराचार्यरूपा। ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശങ്കരസ്തോത്ര തരങ്കിണി പരമ്പര 489 ദിവസത്തേക്ക് ഏവർക്കും സുസ്വാഗതം. മായാപഞ്ചകം ഇന്ന് 3-ാം ദിവസം. ഏവർക്കും സ്വാഗതം. ചിന്മയം വ്യാപി യത്സർവം ത്രൈലോക്യം സചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇന്ന് ചിന്മയാനന്ദ സ്വാമിയുടെ 28-ാം സമാധി ദിനം.
1993 ഓഗസ്റ്റ് 3-നാണ് ചിന്മയാനന്ദ സ്വാമിജി തൻ്റെ ഭൗതിക ദേഹം ഉപേക്ഷിച്ച് ഭഗവത്പദം ചേർന്നത്. അതിൻ്റെ ഒരു സ്മരണ കൂടെ ചിന്മയാനന്ദ സ്വാമിയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള എല്ലാ ആധ്യാത്മിക വിദ്യാർത്ഥികൾക്കും സാധകന്മാർക്കും വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ചിന്മയ മിഷൻ സെൻറ്റേഴ്സിലൊക്കെ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്മരണയായി പൂജകളും സത്സംഗങ്ങളും എല്ലാം നടക്കും. നമുക്കും ഇവിടെ നമ്മുടെ പരമഗുരുവാണ്, ഗുരുവിൻ്റെ ഗുരുവാണ്. അപ്പോൾ ആ സ്മരണയിൽ അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കാം. നാരായണ നാരായണ. മായാപഞ്ചകത്തിലേക്ക് പ്രവേശിക്കാം. നാരായണ. ശങ്കരാചാര്യ വിരചിതം മായാപഞ്ചകം. ഓം നിരുപമ നിത്യ നിരംശകേപ്യഖണ്ഡേ മയി ചിതി സർവവികൽപ്പനാദിശൂന്യേ ഗടയതി ജഗദീശ ജീവഭേദം ത്വഗടിത ഗണനാ പടീയസി മായാ ശ്രുതിശതനിഗമാന്തശോദഗാനപി അഹഹദന ധനാദി നിദർശനേന സദ്യഃ കലുഷയതി ചതുഷ്പദാദ്യഭിന്നാൻ അഗടിത ഗണനാ പടീയസി മായാ സുഖചിദഗണ്ഡ വിബോധമദ്വിതീയം വിയദനലാദി വിനിർമ്മിതേ നിയോജ്യ ഭ്രമയതി ഭവസാഗരേ നിതാന്തം ത്വഗടിത ഗണനാ പടീയസി മായാ അപഗത ഗുണവർണ്ണ ജാതി ഭേദേ സുഖചിതി വിപ്രവിടാദ്യഹംകൃതിം ച സ്ഫുടയതി സുതദാരഗേഹമോഹം ത്വഗടിത ഗണനാ പടീയസി മായാ വിധിഹരിഹര വിഭേദമപ്യഗണ്ഡേ ബദവിരചയ്യ ബുധാനപി പ്രകാമം ഭ്രമയതി ഹരിഹര ഭേദഭാവാൻ അഗടിത ഗണനാ പടീയസി മായാ അഗടിത ഗണനാ പടീയസി മായാ അഗടിത ഗണനാ പടീയസി മായാ. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം മായാപഞ്ചകം. ഹരി ഓം. ഇപ്പോൾ മായയെക്കുറിച്ച് ഏതാനും ചില വരികൾ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആചാര്യ ഭഗവത്പാദര് തൻ്റെ ശിഷ്യഗണങ്ങളുമായി സഞ്ചരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രംഗങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരുന്നതായിട്ടുള്ള ആശയങ്ങളെ അദ്ദേഹം ഇങ്ങനെ കവിതാരൂപത്തിൽ പറഞ്ഞുകൊണ്ട് പോകും. അത് ശിഷ്യഗണങ്ങൾ എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ പിന്നീട് ലോകത്തിന് അനുഗ്രഹമായി തീരുകയോ ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള ഏതാനും ചില നോട്ട്സ് അത്രയേ ഉള്ളൂ. അല്ലാതെ മായയെക്കുറിച്ചിട്ടുള്ളൊരു പ്രബന്ധമൊന്നുമല്ല. മായാപഞ്ചകം വളരെ ലളിതമായിട്ടുള്ള ചില നോട്ടുകൾ
നമ്മൾക്കൊക്കെ ചില സൂചനകൾ നമ്മളും അറിഞ്ഞു വെച്ചാൽ നല്ലതാണ്. അതുകൊണ്ട് നമ്മളും അറിയാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇന്നലെ 2-3 ശ്ലോകങ്ങൾ കണ്ടു. നൂറുകണക്കിന് വേദാന്തങ്ങളൊക്കെ പരിശോധിക്കാൻ സാമർഥ്യമുള്ള പണ്ഡിതനാണെങ്കിലും അവരെ കാമിനി കാഞ്ചനങ്ങളെ കാണിച്ച് ഭ്രമിപ്പിക്കുന്നു. നാൽക്കാലികളെക്കാൾ അല്ലെങ്കിൽ നാൽക്കാലികൾക്ക് സമാനന്മാരായി ഭ്രമിപ്പിക്കുന്നു. അത്രയും സാമർഥ്യമുള്ളവളാണ് ഈ മായ എന്ന് 2-ാമത്തെ ശ്ലോകത്തിലും, സുഖസ്വരൂപവും അഖണ്ഡ ജ്ഞാനസ്വരൂപവും ബോധസ്വരൂപവുമായ രണ്ടില്ലാത്ത അദ്വിതീയമായിരിക്കുന്ന ആ ആത്മസ്വരൂപത്തിൽ ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമായ ഈ പ്രപഞ്ചവും ദേഹങ്ങളും സൃഷ്ടിച്ച് അതിൽ യോജിപ്പിച്ച് ഭ്രമിപ്പിച്ച് താദാത്മ്യം പ്രാപിപ്പിച്ച് ഭവസാഗരെ നിതാന്തം ഭ്രമയതി, സംസാരസാഗരത്തിൽ അന്തമില്ലാതെ എത്തും പിടിയുമില്ലാതെ നമ്മളെയിട്ട് വലയിപ്പിക്കുന്നു. അപ്പോൾ ഈ പഞ്ചഭൂതാത്മകമായ ഈ ദേഹത്തിൽ താദാത്മ്യം ഉണ്ടാക്കിയിട്ട് അത് മായയുടെ കഴിവാണ്. വാസ്തവത്തിൽ നമ്മുടെ സ്വരൂപം അഖണ്ഡ സച്ചിദാനന്ദമാണ്. ആ സച്ചിദാനന്ദ സ്വരൂപത്തെ മറന്ന് അതിൻ്റെ വിപരീത ഗുണങ്ങളുള്ള അസത്തും അചിത്തും ദുഃഖസ്വരൂപവുമായിട്ടുള്ള ദേഹത്തിൽ ഭ്രമിപ്പിച്ച് ഈ സംസാരസാഗരത്തിലിട്ട് നമ്മളെ വലയിക്കുന്നു. ഭവസാഗരെ നിതാന്തം ഭ്രമയതി. അതും ഈ മായയുടെ സാമർഥ്യമാണ്. അങ്ങനെയുള്ള ആ മായയേതാ ഞാൻ വണങ്ങുന്നു. അഘടിത ഘടനാ പടീയസി മായ എന്ന അത്ഭുതത്തോടുകൂടെ മായയെ സ്തുതിക്കുമ്പോൾ മായയെ വണങ്ങുക തന്നെയാണ് ചെയ്യുന്നത്. ഇനി 4-ാം ശ്ലോകത്തിലേക്ക് കടക്കാം. അപഗത ഗുണവർണ്ണ ജാതി ഭേദേ സുഖചിതി വിപ്രവിടാദ്യഹംകൃതിം ച സ്ഫുടയതി സുതദാരഗേഹമോഹം ത്വഘടിത ഘടനാ പടീയസി മായാ. അപഗത ഗുണവർണ്ണ ജാതി ഭേദേ സുഖചിതി വിപ്രവിടാദ്യഹംകൃതിം ച സ്ഫുടയതി സുതദാരഗേഹമോഹം ത്വഘടിത ഘടനാ പടീയസി മായാ. ത്വഘടിത ഘടനാ പടീയസി മായാ. വീണ്ടും അപഗത ഗുണവർണ്ണ ജാതി ഭേദേ സുഖചിതി വിപ്രവിടാതി അഹങ്കൃതിം ച സ്ഫുടയതി സുതദാരഗേഹമോഹം അഘടിത ഘടനാ പടീയസി മായ. അപ്പോ അപഗത ഗുണവർണ്ണ ജാതി ഭേദേ സുഖചിതി, സുഖ ചിത് സ്വരൂപത്തിൽ സച്ചിദാനന്ദ സ്വരൂപത്തിൽ, സുഖം ആനന്ദമാണ്, ചിത്ത് ജ്ഞാനമാണ്. അപ്പോൾ ജ്ഞാനാനന്ദ ഘനമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപത്തിൽ, ആത്മസ്വരൂപത്തിൽ അതെങ്ങനെയുള്ളതാണ്? അത് ഗുണവർണ്ണ ജാതി ഭേദങ്ങൾ അപഗതമായിട്ടുള്ളതാണ്. അപഗതം ദൂരേഗതം, ബാധിക്കപ്പെടാത്തത്, ഇല്ലാത്തത്, പോയത്. എന്താണില്ലാത്തത്? ഗുണങ്ങളില്ല, വർണ്ണങ്ങളില്ല, ജാതിഭേദങ്ങളില്ല. ഇപ്പൊ ഗുണഭേദം, വർണ്ണഭേദം, ജാതിഭേദം, ഇത് മൂന്നും ഇല്ലാത്തതായിട്ടുള്ള, ഈ 3 തരം ഭേദങ്ങളും ഇല്ലാത്തതായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപത്തിൽ വിപ്രവിടാതി അഹങ്കൃതിം സ്ഫുടയതി,
ജാതിഭേദങ്ങളെ, വർണ്ണഭേദങ്ങളെ, ഗുണഭേദങ്ങളെ നിർമ്മിച്ച് അഹങ്കൃതിയെ ഉണ്ടാക്കുന്നു, അഭിമാനത്തെ ഉണ്ടാക്കുന്നു. എന്നിട്ടോ അതിൻ്റെ തുടർച്ചയായിട്ട് സുതദാരഗേഹമോഹം സ്ഫുടയതി. സ്ഫുടയതി എന്നുള്ളത് രണ്ടിടത്തേക്കുള്ള ക്രിയയാണ്. വിപ്രവിടാദ്യഹങ്കൃതിം സ്ഫുടയതി, സുതദാരഗേഹമോഹം സ്ഫുടയതി. സ്ഫുടയതി എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുന്നു, ഉണ്ടാക്കിയെടുക്കുന്നു, ശക്തമാക്കി സൃഷ്ടിക്കുന്നു എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ സുതദാരഗേഹമോഹം, സുതൻ പുത്രന്മാര്, ദാരങ്ങൾ ഭാര്യ, ഗേഹം ഗൃഹം മുതലായ മോഹങ്ങളെയും സ്ഫുടയതി ഉണ്ടാക്കിത്തരുന്നു. ഭയങ്കരി തന്നെയാണ് ഈ മായ. ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നി അതിലൊക്കെ നമ്മളെ മോഹം ജനിപ്പിച്ച് ഭ്രമിപ്പിക്കുന്നു. അത് സത്യമാണെന്നുള്ള ബോധം നമ്മളിൽ ഉറപ്പിച്ചു തരുന്നു. അതാണ് മായയുടെ സാമർത്ഥ്യം. ഭയങ്കരിയാണ് മായ. അപ്പോൾ ഗുണവർണ്ണ ജാതിഭേദങ്ങൾ അപഗതം. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായ സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങൾ എന്ന് പ്രധാനമായിട്ടെടുക്കാം. അല്ലെങ്കിൽ മറ്റ് പല സ്വഭാവ ഗുണങ്ങൾ, നന്മകൾ, ഓരോരുത്തരിലും ഉള്ളതായിട്ടുള്ള പ്രത്യേകതകൾ, അതിനെ ഗുണങ്ങൾ എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ക്വാളിറ്റീസ്, സത്വം, രജസ്, തമസ് എന്നുള്ള ഗുണങ്ങളുടെ കോമ്പിനേഷൻ തന്നെയാണ് ആ ഗുണങ്ങളൊക്കെ. മറ്റ് ഗുണങ്ങളൊക്കെ ഇതിൽ നിന്നുണ്ടായത് തന്നെയാണ്. സത്വഗുണത്തിൽ നിന്ന് നല്ല മൂല്യബോധമുണ്ടാകുന്നു. രജോ ഗുണത്തിൽ നിന്ന് ചില ഗുണങ്ങൾ നമുക്കുണ്ടാകുന്നു. പ്രവർത്തിക്കുവാനുള്ളതായിട്ടുള്ള ഊർജവും ശക്തിയും ഉന്മേഷവും അത് രജോ ഗുണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. തമോ ഗുണത്തിൽ നിന്ന് ഗുണങ്ങളെക്കാൾ ദോഷം ഉണ്ടാകുന്നു. ആ ദോഷത്തെയും ഗുണമെന്ന് പറയാം. തമോ ഗുണത്തിന്റെ സൃഷ്ടികളായിട്ട്. അപ്പൊ ഇങ്ങനെ സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങളുടെ കോമ്പിനേഷൻസ് തന്നെയാണ് മറ്റു പല ഗുണങ്ങളും. അങ്ങനെയുള്ള ഈ ഗുണം, ഈ 3 ഗുണങ്ങളും ഏതിലില്ല? ബ്രഹ്മസ്വരൂപത്തിലില്ല. അത് ശുദ്ധമാണ്, നിത്യശുദ്ധമാണത്. അങ്ങനെയുള്ള നിത്യശുദ്ധമായ ബ്രഹ്മത്തിൽ ഗുണഭേദങ്ങൾ കൽപ്പിക്കുന്നു. ത്രിഗുണഭേദങ്ങളെ കൽപ്പിക്കുന്നു. സാത്വികം, രാജസം, താമസം എന്നുള്ളതായിട്ടുള്ള ഭേദം. എന്നിട്ട് താമസ ഗുണങ്ങളിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ, രാജസ ഗുണങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ, സാത്വിക ഗുണങ്ങളിൽ നിന്ന് അന്ധക്കരണങ്ങളും ദേവതകളും ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നു. സത്വഗുണത്തിൽ നിന്നാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം മുതലായ അന്ധക്കരണങ്ങളും എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ദേവതകളും ഉണ്ടാകുന്നത്. രജോ ഗുണത്തിൽ നിന്നാണ് ഇന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തിക്കുവാനുള്ളതായിട്ടുള്ള സാമർഥ്യം രജോ ഗുണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. തമോ ഗുണത്തിൽ നിന്ന് ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്ന പഞ്ചഭൂതങ്ങളും ഉണ്ടാകുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടിയതാണ് പിന്നെ ഈ പ്രപഞ്ചം. അപ്പം അതിൽ ചില ഗുണങ്ങൾ ചിലതിൽ ഏറിയും കുറഞ്ഞും ഇരിക്കുന്നു. ചിലത് സത്വഗുണം പ്രധാനമായിരിക്കുന്ന ജന്തുക്കളും മനുഷ്യരും, ചിലർ രജോ ഗുണപ്രധാനികളായിട്ടുള്ള ജന്തുക്കളും മനുഷ്യരും, ജീവജാലങ്ങൾ, ചിലർ തമോ ഗുണപ്രധാനികളായിട്ടുള്ള ജന്തുക്കളും മനുഷ്യരും ഒക്കെ കാണുന്നു. അതുപോലെ വർണ്ണഭേദം വാസ്തവത്തിൽ ബ്രഹ്മത്തിലില്ല. നിത്യശുദ്ധമായിട്ടുള്ള ബ്രഹ്മത്തിൽ വർണ്ണഭേദം ഇല്ല. പക്ഷെ ഈ ഗുണത്തിനനുസരിച്ച് നമ്മൾ വർണ്ണങ്ങളെ കൽപ്പിക്കുന്നു. സത്വഗുണം വർദ്ധിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നു. രജോ ഗുണം വർദ്ധിച്ച മനുഷ്യനെ ക്ഷത്രിയനെന്നും, ആ രജോ ഗുണത്തോടുകൂടെ തമോ ഗുണം വർദ്ധിച്ചവനെ വൈശ്യനെന്നും, അത്യന്ത തമോ ഗുണിയായവനെ ശൂദ്രനെന്നും വർണ്ണങ്ങൾ കൽപ്പിക്കുന്നു. അതുപോലെ ജാതിഭേദം. ജാതി എന്ന് പറഞ്ഞാൽ ജന്മന ഉള്ളതാണ് ജാതി. അപ്പോൾ പശുജാതി, പക്ഷിജാതി, മനുഷ്യജാതി, വൃക്ഷജാതി, വള്ളിജാതി, അതിൽ തന്നെ വിവിധ ജാതി വ്യത്യാസങ്ങൾ.
ആന വേറെ, പൂച്ച വേറെ, പട്ടി വേറെ, പന്നി വേറെ, കഴുത വേറെ, കുതിര വേറെ. ഇതൊക്കെ ഓരോ ജാതികളാണ്. ജന്മനാ വ്യത്യാസമുള്ളവർ. കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അതിന്ന ജാതിയാണ്, അതിന്ന ജാതിയാണ്, ആരും നെറ്റിയിൽ ലേബലൊന്നും എഴുതി ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ആരും പറഞ്ഞു തരുവും വേണ്ട. വ്യത്യാസം കണ്ടാൽ അറിയുന്നവയാണ് ജാതികൾ. ജന്മനാ തന്നെയുള്ള ജാതി, ജാത്യാലുള്ളത്. ജാതി എന്ന് പറഞ്ഞാൽ ജനനം എന്നാണ് അർത്ഥം. അപ്പൊ ജനനത്തിൽ തന്നെയുള്ള ഭേദം. അത് പശുയോനിയിൽ വന്നാൽ പശുക്കളായിരിക്കുന്നു, മറ്റു മൃഗങ്ങളുടെ യോനികളിൽ വന്നാൽ അതായിട്ട് വരുന്നു, വൃക്ഷങ്ങളിലൂടെ വന്നാൽ അതിൻ്റെ വിത്തിൽ നിന്ന് വന്നാൽ അതാതിൻ്റെ രൂപം ധരിക്കുന്നു, അല്ലേ? നാളികേരത്തിൽ നിന്ന് തെങ്ങിൻ തൈ ഉണ്ടാകുന്നു, മാങ്ങയുടെ വിത്തിൽ നിന്ന് മാവുണ്ടാകുന്നു, ചക്കക്കുരുവിൽ നിന്ന് പ്ലാവുണ്ടാകുന്നു, ആലിൻ്റെ ചെറിയ കടുകുമണിയേക്കാൾ ചെറിയ വിത്തിൽ നിന്ന് വലിയൊരു ആൽവൃക്ഷമുണ്ടാകുന്നു. അങ്ങനെ ഓരോന്നും വേറെ വേറെ വേറെയായിട്ട് ജാതിഭേദത്തോടുകൂടി കാണപ്പെടുന്നു. സജാതീയ വിജാതീയ സ്വഗത ഭേദങ്ങൾ കാണപ്പെടുന്നു. വിജാതീയ ഭേദം എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ ജാതിഭേദം. പട്ടിയല്ല പൂച്ച, പൂച്ചയല്ല കുരങ്ങ്, കുരങ്ങല്ല പന്നി, പന്നിയല്ല ആന, ആനയല്ല പശു, പശുവല്ല പുലി, പുലിയല്ല സിംഹം, സിംഹമല്ല കരടി, കരടിയല്ല മാൻ, അല്ലേ? അത് വിജാതീയ ഭേദമാണ്. അതൊന്നുമല്ല വൃക്ഷം. ആ വൃക്ഷങ്ങളിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഇനി ഒരു ജാതിയിൽ തന്നെ വ്യത്യാസം. ഒരു പശുജാതിയിൽ തന്നെ പലതരം പശുക്കളുണ്ട്. അതിൽ തന്നെ ആണും പെണ്ണും കുട്ടിയും ഉണ്ട്. അതുപോലെ വിവിധ ഭേദങ്ങളുണ്ട്. ജേഴ്സി, സിന്ധി, അല്ലേ, കപില, വെച്ചൂർ പശു, കാസർഗോഡ് കുള്ളൻ, ഇതെല്ലാം ജാതിഭേദമാണ്. അതിൻ്റെ ഉള്ളിൽ എല്ലാറ്റിനും വ്യത്യാസമുണ്ട്. ഗീർ പശു, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ട്. എല്ലാം സാമാന്യമായിട്ട് പശുവാണെങ്കിലും ആ പശുക്കളുടെ ഇടയിൽ തന്നെ ജാതിഭേദം. അത് സജാതീയ ഭേദം എന്ന് പറയും. ഒരേ ജാതിയിൽ തന്നെയുള്ള ഭേദം. അതുപോലെ മനുഷ്യജാതിയിലും സജാതീയ ഭേദം. മൊത്തത്തിൽ മനുഷ്യൻ ഒരു ജാതിയാണ്, മറ്റ് ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ജാതി. ലക്ഷണം കണ്ടാൽ അറിയാം, കയ്യും കാലും കണ്ണും മൂക്കൊക്കെ ഒരുപോലെ ഇരിക്കും മനുഷ്യരുടെ. എന്നാൽ അതിൽ തന്നെ സജാതീയ ഭേദമുണ്ട്. ദേശ അന്തരങ്ങൾക്കനുസരിച്ച്, പശ്ചാത്തലത്തിനനുസരിച്ച് ആളുകളുടെ രൂപത്തിനും ഭാവത്തിനുമൊക്കെ വ്യത്യാസം കാണാം. ചൈനക്കാരൻ വേറെ, ആഫ്രിക്കക്കാരൻ വേറെ, യൂറോപ്യൻ വേറെ, ഇന്ത്യൻ വേറെ. രൂപങ്ങൾ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം. അത് സജാതീയമായിട്ടുള്ള ഭേദം. പിന്നെ നമ്മളുണ്ടാക്കിയ ഭേദം, അല്ലേ? നായര്, നമ്പൂതിരി, അയ്യര്, അയ്യങ്കാര്, ഗുപ്തൻ അല്ലെങ്കിൽ വൈശ്യൻ, അതിന് പേരുകൾ പറഞ്ഞിട്ട് ഓരോരുത്തരെയും വേർതിരിക്കുന്നത് നമ്മളുണ്ടാക്കിയത്. അത് നമ്മളുണ്ടാക്കിയതായതുകൊണ്ട് തിരിച്ചറിയാൻ പ്രയാസമാണ്. ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. വെളുത്തവരെല്ലാം ബ്രാഹ്മണരല്ല, കറുത്തവരെല്ലാം ശൂദ്രരുമല്ല. ഒരേ ഫിഗറായിരിക്കും രണ്ടു കൂട്ടർക്കും. അത് നമ്മളുണ്ടാക്കിയ ഭേദമാണ്, ജാതിഭേദം. പ്രകൃതിയിലുള്ള ജാതിഭേദം, മനുഷ്യരിൽ തന്നെ സജാതീയമായിട്ടുള്ള ഭേദമുള്ളത് ഉയരമുള്ളവർ, ഉയരം കുറഞ്ഞവർ, കറുപ്പ് നിറമുള്ളവർ, വെളുപ്പ് നിറമുള്ളവർ, വണ്ണം കൂടിയവർ, വണ്ണം കുറഞ്ഞവർ, മൂക്ക് നീണ്ടവർ, മൂക്ക് ചപ്പയായവർ, തലമുടിയുടെ ആകൃതിയിൽ വ്യത്യാസമുള്ളവർ, തലയുടെ ഷേപ്പിന് വ്യത്യാസമുള്ളവർ, മൊത്തം ശരീരത്തിൽ അങ്ങനെ ലക്ഷണ വ്യത്യാസങ്ങൾ കാണും. ചൈനക്കാരനെയും ആഫ്രിക്കക്കാരനെയും യൂറോപ്യനെയും ഇന്ത്യനെയും, അല്ലെ, പാകിസ്ഥാനിയും ഒക്കെ തിരിച്ചറിയാൻ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ശ്രീലങ്കക്കാരെ കണ്ടാൽ നമുക്കൊരുവിധം തിരിച്ചറിയാം. ഇന്ത്യക്കാരോട് സാമ്യമുണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ചെറിയ ലക്ഷണ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ മംഗോളിയൻസിൽ, നേപ്പാൾ, ബർമ്മ,
തായ്ലൻഡ് അങ്ങനെയുള്ള ഭാഗത്തുള്ള ഫിലിപ്പീൻസ് ഒക്കെ ഉള്ളതായിട്ടുള്ള ദേശങ്ങളിലുള്ള ആളുകൾക്കൊരു പ്രത്യേകത. ചൈനക്കാർക്ക് അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസം, ജപ്പാനീസിന് കുറച്ച് വ്യത്യാസം കൂടുതലുണ്ട്. റഷ്യക്കാർ നല്ല ഉയരമുള്ളതായിട്ടുള്ള ആൾക്കാരാണ്. അഫ്ഗാനിസ്ഥാനികൾ പഠാണികൾ എന്ന് പറയുന്ന ഭയങ്കരന്മാരാണ്. വലിയ ശരീരപ്രകൃതിയാണ്. ആഫ്രിക്കക്കാർ ശരീരപ്രകൃതി വേറെ, റെഡ് ഇന്ത്യൻസിൻ്റെ ശരീരപ്രകൃതി വേറെ. ഇതൊക്കെ സജാതീയ ഭേദം, ഒരേ മനുഷ്യജാതിയിൽ തന്നെയുള്ള ജാതിഭേദം. ഇനി സ്വഗതമായ ഭേദം. സ്വഗത ഭേദം എന്ന് പറഞ്ഞാൽ ഒരേ ശരീരത്തിൽ തന്നെ അനേക അവയവങ്ങൾ. നമ്മുടെ ശരീരത്തിൽ തന്നെ കൈയല്ല കാല്, കാലല്ല തല, അതിൽ തന്നെ കണ്ണല്ല മൂക്ക്, മൂക്കല്ല വായ, വായല്ല ചെവി, തലമുടിയല്ല ദേഹത്തിലെ മുടി, ഇടത് കൈയല്ല വലത് കൈ, ഇടത് കാലല്ല വലത് കാല്, അതിലെ വിരലുകളും വ്യത്യസ്തം. 5 വിരലുകൾ 5 രീതിയിൽ, നഖങ്ങൾ വ്യത്യസ്തം, ആന്തരിക അവയവങ്ങൾ വ്യത്യസ്തം. അപ്പം അതിനെന്ത് പറയുക? സ്വഗതമായ ഭേദം. സ്വഗതം, തന്നിൽ തന്നെ ഒരു ഇതിൽ തന്നെ ഭവിച്ച ഭേദഭാവങ്ങൾ ഇങ്ങനെ നമ്മൾ കൽപ്പിക്കുന്നു. ഇതൊക്കെ എന്തിനാ വേണ്ടി കൽപ്പിക്കുന്നത്? നമ്മൾ വ്യവഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇതിനെയൊക്കെ വേറെ വേറെ പേരിട്ടിരിക്കുന്നത്. ഇതെല്ലാം വാസ്തവത്തിൽ എന്താണ്? ഒരേ വസ്തു, സുഖചിതി, സുഖചിത്താണ്. സച്ചിദാനന്ദമായ ആ ബ്രഹ്മത്തെ തന്നെയാണ് ഈ പറഞ്ഞ എല്ലാതരം സജാതീയ വിജാതീയ സ്വഗതങ്ങളായ ഭേദങ്ങളോടുകൂടി കാണപ്പെടുന്നതെല്ലാം ഒരേ വസ്തു. ഒരേ സ്വർണത്തെ നമ്മൾ കഴുത്തിലിടാൻ മാല എന്നും, അരയിൽ കെട്ടുമ്പോൾ അരഞ്ഞാണമെന്നും, കാലിൽ കെട്ടുമ്പോൾ പാദസരമെന്നും, കയ്യിൽ വൃത്താകൃതിയിലിടുമ്പോൾ വള എന്നും, അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് എന്നും, വിരലിലേക്കിടുമ്പോൾ മോതിരമെന്നും, തലയിൽ ധരിക്കുമ്പോൾ ചുട്ടിയെന്നോ കിരീടമെന്നോ, കാതിലണിയുമ്പോൾ ലോലാക്കെന്നോ, കൊടക്കെടുക്കൻ, ജിമിക്കി, കമ്മല്, സ്റ്റഡ്, എന്തൊക്കെയോ പേര് വിളിക്കുന്നു, തോട. കഴുത്തിലിടുന്നതിൽ തന്നെ പല പേരുകൾ, കാതിലിടുന്നതിന് പല പേരുകൾ, കയ്യിലിടുന്നതിന് പല പേരുകൾ, അല്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടി നമ്മൾ പേരിട്ടു? ഒരേ സ്വർണത്തിനെ നമ്മൾ പേര് കൽപ്പിച്ചതാണ്. എന്തിന്? സൗകര്യത്തിന് വേണ്ടി, വ്യവഹാരത്തിന് വേണ്ടി, എളുപ്പം കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. മാല എടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞാൽ കഴുത്തിലിടാനുള്ളതാണെന്ന് മനസ്സിലായി, അതിനു വേണ്ടി. അല്ലെങ്കിൽ പാദസരം കൊണ്ടുവന്നാൽ പിന്നെയും സ്വർണം കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ പിന്നെ വ്യത്യാസമാവും, അല്ലേ? സ്വർണം കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയില്ല ഏത് സ്വർണം, പിന്നെ ആംഗ്യങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. മാല എന്നൊരു വാക്ക് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ കഴുത്തിന് ചുറ്റും അടയാളമൊക്കെ അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അത് കമ്മ്യൂണിക്കേഷൻ 4 ആളുടെ കൈമാറി പോകുമ്പോഴേക്കും ചിലപ്പോൾ വേറെന്തെങ്കിലും ആയിട്ട് മാറുകയും ചെയ്യും. സാധനം മാറി വരും. ഭാഷയൊക്കെ ഉണ്ടായിട്ടും ഓരോന്നിനും വ്യത്യസ്തമായ പേരുകൾ ഉണ്ടായിട്ടും വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടും ചില ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും കൊണ്ടുവരും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇവിടെ ഇഷ്ടം പോലെ, മൂഢജനങ്ങൾ, അല്ലേ? ആ 10ാം നമ്പർ സ്പാനർ ഇങ്ങോട്ട് എടുക്കൂ എന്ന് പറഞ്ഞാൽ 8ാം നമ്പർ കൊണ്ടുവരും. ആ സ്ക്രൂ ഡ്രൈവർ ഇങ്ങോട്ട് എടുക്കൂ എന്ന് പറഞ്ഞാൽ കട്ടിംഗ് പ്ലെയർ കൊണ്ടുവരും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞാൽ എന്തെങ്കിലും കൊണ്ടുവരും. അപ്പോൾ പേരൊക്കെ ഇത്രയും വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് ഉണ്ടാക്കിയിട്ട് പോലും തലതിരിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ പിന്നെ ഇതൊന്നും പേരൊന്നും ഇല്ലാതിരുന്നെങ്കിൽ എങ്ങനെ വ്യവഹാരം നടക്കും? അപ്പോൾ വ്യവഹാരത്തിന് വേണ്ടിയിട്ടാണ് ഭാഷ, ഓരോരോ വ്യത്യസ്തങ്ങളായ നാമങ്ങൾ. അപ്പോൾ അത് നമ്മൾ കൽപ്പിച്ചതാണ്, മനുഷ്യ ബുദ്ധിയിലെ കൽപ്പനയാണ്. പക്ഷെ അതിനെയൊക്കെ നമ്മൾ സത്യമായി കരുതി ഉള്ളതിനെ നമ്മൾ മറക്കുന്നു.
സച്ചിദാനന്ദമായ ബ്രഹ്മത്തെ മറന്ന് വാസ്തവത്തിൽ ഈ പറഞ്ഞ ഗുണങ്ങളോ വർണ്ണങ്ങളോ ജാതിഭേദമോ ഇല്ലാത്തതായിട്ടുള്ള ഏകവും അദ്വിതീയവുമായ നേഹനാനാസ്തി കിഞ്ചന എന്ന് വേദം ഉറപ്പിച്ച് സ്ഥാപിക്കുന്നു. ഇവിടെ നാനാത്വമില്ല. ഇവിടെ മുമ്പ് ഒരേ ഒരു ചൈതന്യമാണ് ഉണ്ടായിരുന്നത്. സദേവ സൗമ്യ ഇതമഗ്രാസീത് ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ആ ഏകവും അദ്വിതീയവുമായിട്ടുള്ള ഒരേ ഒരു വസ്തുവാണ് ആദ്യം ഉണ്ടായിരുന്നത്. അത് തന്നെ സ്വയം പലതായി തീർന്നതാണ്, പല രൂപങ്ങൾ എടുത്തതാണ്. സ്വകാമയത ബഹുസ്യാം പ്രജായേതി, അത് സങ്കല്പിച്ചു ഞാൻ പലതായി ഭവിക്കട്ടെ എന്ന്. അങ്ങനെ സ്വയം പലതായി ഭവിച്ചതാണ്. ഒരേ സ്വർണം വിവിധ ആഭരണങ്ങളായതുപോലെ ഒരേ ബ്രഹ്മം തന്നെയാണ് ഈ ജഗതാകാരമായിരിക്കുന്നത്. ഈ ജഗതാകാരം ബ്രഹ്മത്തിൽ കൽപ്പിതമാണ്. ബ്രഹ്മം തന്നെയാണ് നമ്മൾ ജഗത്തായിട്ട് കാണുന്നത്. പക്ഷെ നമ്മുടെ ഭ്രമം കൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ ഈവൻ സ്വർണത്തിൽ നിർമ്മിച്ച ആഭരണങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഗോൾഡൻ ചെയിൻ, ഗോൾഡൻ റിംഗ്, ഗോൾഡൻ ബ്രേസ്ലെറ്റ്, ഗോൾഡൻ ഇയർ റിംഗ് അല്ലെങ്കിൽ ഇയർ സ്റ്റഡ്, ഗോൾഡൻ ബാങ്കിൾ എന്ന് നമ്മൾ വിളിക്കുന്നു. വാസ്തവത്തിൽ എങ്ങനെയായിരുന്നു വിളിക്കേണ്ടിയിരുന്നത്? ഗോൾഡൻ അല്ല, ചെയിനി ഗോൾഡ്, റിംഗി ഗോൾഡ്, ബാംഗിളി ഗോൾഡ്, ബ്രേസ്ലെറ്റി ഗോൾഡ് എന്നാണ് വിളിക്കേണ്ടിയിരുന്നത്. കാരണം അതിൽ ഗോൾഡാണ് വസ്തു. ഗോൾഡിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് മറ്റതൊക്കെ. പക്ഷെ നമ്മൾ വിശേഷണ വിശേഷ്യങ്ങളെ തലകീഴായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഉള്ള വസ്തു? ഉള്ള വസ്തു സ്വർണമാണ്. ആ സ്വർണത്തെ നമ്മൾ എന്ത് ചെയ്യണു? തിരിച്ച് വിശേഷണമാക്കിയിട്ട് ആഭരണത്തെ, ഇല്ലാത്ത വസ്തുവിനെ മുഖ്യനാമമായിട്ടും സ്വർണത്തെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നു. വിശേഷണമായിട്ട് സ്വർണവള, ഗോൾഡൻ ചെയിൻ, ഗോൾഡൻ റിംഗ്, ഗോൾഡൻ ബാങ്കിൾ. വാസ്തവത്തിലുള്ള സബ്സ്റ്റൻസ് സ്വർണമാണ്, സത്യമായിട്ടുള്ളത് സ്വർണമാണ്. അപ്പൊ സ്വർണത്തെയാണ് വിശേഷിപ്പിക്കേണ്ടത്. ഏതുകൊണ്ട്? ആകൃതി കൊണ്ട്. അപ്പൊ വളയായിരിക്കുന്ന സ്വർണം, വളയുടെ ആകൃതിയിലുള്ള സ്വർണം, മോതിരത്തിൻ്റെ ആകൃതിയിലുള്ള സ്വർണം, മാലയുടെ ആകൃതിയിലുള്ള സ്വർണം, കാതിലിടുന്ന കമ്മലിൻ്റെ ആകൃതിയിലുള്ള സ്വർണം, പാദസരത്തിൻ്റെ ആകൃതിയിലുള്ള സ്വർണം എന്ന് പറയുന്നതിന് പകരം നമ്മൾ തലകീഴായിട്ടാണ് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പറഞ്ഞ് ശീലിച്ചിരിക്കുന്നത്. ഗോൾഡൻ റിംഗ് എന്ന് പറയുന്നതിന് പകരം റിംഗി ഗോൾഡ് എന്ന് പറഞ്ഞ് ശീലിക്കുന്നേ. ബാംഗ്ലി ഗോൾഡ്, ചെയിനി ഗോൾഡ്, ബ്രേസ്ലെറ്റി ഗോൾഡ്, ഇയർ റിംഗി ഗോൾഡ്, ക്രൗണി ഗോൾഡ്. അപ്പൊ സബ്സ്റ്റൻസ് ഗോൾഡാണ്. അതിനെ വിശേഷിപ്പിക്കുന്നതാണ് അതിൻ്റെ രൂപം. ഇന്ന രൂപത്തിലിരിക്കുന്ന സ്വർണം എന്ന് പറയണം. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശീലിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിനെയും നമ്മൾ എങ്ങനെ കാണുമായിരുന്നു? മനുഷ്യരൂപത്തിലുള്ള ബ്രഹ്മം, പുരുഷരൂപത്തിലുള്ള ബ്രഹ്മം, സ്ത്രീ രൂപത്തിലുള്ള ബ്രഹ്മം, വൃക്ഷരൂപത്തിലുള്ള ബ്രഹ്മം, പക്ഷിരൂപത്തിലുള്ള ബ്രഹ്മം, സിംഹരൂപത്തിലുള്ള ബ്രഹ്മം, ആനയുടെ രൂപത്തിലുള്ള ബ്രഹ്മം. ബ്രഹ്മത്തിന് മുഖ്യത്വം കൊടുത്ത് ഈ വിശേഷണങ്ങളെ നമ്മൾ വിശേഷണങ്ങളാക്കി ഉപയോഗിക്കണം. വിശേഷ്യം ബ്രഹ്മമാണ്, വിശേഷ്യം ഉള്ള സബ്സ്റ്റൻസാണ്, ഉള്ള വസ്തുവാണ്, റിയാലിറ്റി.
ഉള്ളത് ബ്രഹ്മം മാത്രം. അപ്പൊ ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുന്നതാണ് ഈ രൂപങ്ങളെല്ലാം. വ്യവഹരിക്കാൻ വേണ്ടി അങ്ങനെ തലകീഴായിട്ടാണ് നമ്മൾ പറയേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് തലകീഴായി പറഞ്ഞു. നമ്മുടെ ബുദ്ധി അത് കാരണം കെട്ടുപോയി. വകതിരിവില്ലാതായി. Consciousness in the form of a tree, consciousness in the form of an animal, അല്ലെങ്കിൽ consciousness in the form of a lion, consciousness in the form of a tiger, consciousness in the form of an elephant, consciousness in the form of a man, consciousness in the form of a woman, കോൺഷ്യസ്നസ് ഇൻ ദ ഫോം ഓഫ് എ ചൈൽഡ് എന്ന് നമ്മുടെ ബുദ്ധി വായിക്കണം ഓരോന്ന് കാണുമ്പോഴും. കോൺഷ്യസ്നസ് ഈസ് ബ്രഹ്മൻ. പ്രജ്ഞാനം ബ്രഹ്മ. ആ പ്രജ്ഞാനമായ ബ്രഹ്മം ഇപ്പൊ ഇതാ പുസ്തകരൂപത്തിലിരിക്കുന്നു, ഇപ്പൊ ഇതാ വസ്ത്രരൂപത്തിലിരിക്കുന്നു, ആ ബ്രഹ്മം മാലയുടെ രൂപത്തിലിരിക്കുന്നു, ആ ബ്രഹ്മമിതാ ഈ പുരുഷരൂപത്തിലിരിക്കുന്നു. ഇങ്ങനെ വ്യവഹരിച്ചിരുന്നെങ്കിൽ സത്യം മറക്കില്ലായിരുന്നു. ആ സത്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ സത്യത്തെ തള്ളിക്കളഞ്ഞിട്ട് മിഥ്യയെ സത്യമാക്കി വ്യവഹരിക്കണം. ഇത് തന്നെയാണ് മായ. ഈ മിഥ്യയെ സത്യമാക്കുന്ന വിദ്യയാണ് മായ. തിരിച്ചാക്കിയാൽ സത്യത്തെ ഉറപ്പിച്ചുകൊണ്ട് മിഥ്യയെ മിഥ്യയെന്ന് ധരിച്ചുകൊണ്ട് തന്നെ വ്യവഹാരം ചെയ്താലോ മായ ഒതുങ്ങിയിരുന്നോളും. നമുക്ക് സംസാരഭ്രമം കുറയും. സത്യത്തെ സത്യമെന്നോർക്കുക, മിഥ്യയെ മിഥ്യയെന്നറിയുക, മിഥ്യയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുക, സത്യത്തിന് പ്രാധാന്യം കൽപ്പിക്കുക. വിവരമുള്ളവര് മാല പൊട്ടിയാലും സ്വർണം പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് കരയില്ല. മോതിരം ചളുങ്ങിയാലും സാരമില്ല, സ്വർണം അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ. വള വളഞ്ഞാലും സാരമില്ല, സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. നമുക്കത് നേരാക്കിയെടുക്കാം, അല്ലെങ്കിൽ മാറ്റി വേറൊരു രൂപമാക്കിയെടുക്കാം. സാധനം കയ്യിലുണ്ടല്ലോ, ഒരു തുള്ളി പോലും കളഞ്ഞിട്ടില്ലല്ലോ, അത് മതി. സങ്കടമില്ലല്ലോ അല്ലേ. നമ്മുടെ കയ്യിലുള്ള വള വളഞ്ഞാലോ, മാല പൊട്ടിയാലോ, പാദസരം അറ്റാലോ, കമ്മൽ ചളുങ്ങിയാലോ. സ്വർണത്തെക്കുറിച്ച് അറിവുള്ളവർക്ക് ഭ്രമമുണ്ടോ, പേടിയുണ്ടോ, നഷ്ടബോധമുണ്ടോ? പണിക്കൂലി കൊടുക്കേണ്ടി വരും. നമ്മുടെ ഇഷ്ടത്തിന് രൂപം മാറ്റിയെടുക്കാൻ ഇനി പണിക്കൂലി വേറെ കൊടുക്കണം. അത് നിവൃത്തിയില്ല. അത് നമ്മുടെ കൈപ്പഴ പറ്റിയതാണ്. നമ്മൾക്ക് അബദ്ധം പറ്റിയത് പൊട്ടുകയോ ചളുങ്ങുകയോ ഒക്കെ ചെയ്തു. അപ്പം അതിന് പണിക്കൂലി കൊടുത്ത് അതിനെ മാറ്റിയെടുക്കാം. സാധനം കയ്യിലുണ്ട്, അതുകൊണ്ട് നഷ്ടമില്ല. അതുപോലെ ഈ ദേഹങ്ങൾ നഷ്ടപ്പെടുമ്പോഴും സാധനം കയ്യിലുണ്ട് എന്ന് വിചാരിക്കണം നമ്മൾ. ഏത് സാധനം? ഉള്ള വസ്തു, ബ്രഹ്മം. അതെവിടെയും പോയിട്ടില്ല. ഈ ഫോമാണ് അതിന് നഷ്ടപ്പെട്ടത്. വളയുടെ ആകൃതി നഷ്ടപ്പെട്ട സ്വർണം പോലെ, മാലയുടെ ആകൃതി നഷ്ടപ്പെട്ട സ്വർണം പോലെ, പാദസരത്തിൻ്റെ ആകൃതി നഷ്ടപ്പെട്ട സ്വർണം പോലെ ഈ ആകൃതി നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴുള്ള ഈ രൂപം വിട്ടു, ഇനി വേറൊരു രൂപം ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ഈ ഒന്ന് തല തിരിഞ്ഞ് ചിന്തിച്ച് ശീലിക്കുക നമ്മൾ.
ഇപ്പോഴത്തെ ഓറിയൻറ്റേഷൻ മാറ്റി പുതിയൊരു ഓറിയൻറ്റേഷൻ നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ നമ്മുടെ തലതിരിഞ്ഞ ഓറിയൻറ്റേഷൻ മാറ്റി അതിനെ കറക്റ്റ് ചെയ്യണം. അതുതന്നെയാണ് ഭഗവത്ഗീതയിലെ ഭഗവാൻ ചെയ്തത്. ഏത് ശ്ലോകം? 4-ാം അധ്യായത്തിലെ കർമ്മണ്യകർമ്മ യഃ പശ്യേത് അകർമ്മണി ച കർമ്മ യഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. അങ്ങനെ തലകിഴായി ഇന്ന് സാധാരണക്കാർ കാണുന്നതിൽ നിന്ന് വിപരീതമായി കാണുന്നവനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമീ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഃ. അജ്ഞാനികൾക്ക് രാത്രി പോലെ ഇരിക്കുന്ന കാര്യം ആർക്ക് പകൽ പോലെ വ്യക്തമായിരിക്കുന്നുവോ, അജ്ഞാനികൾ പകൽ പോലെ സത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നതിനെ ഏതൊരുവൻ രാത്രി പോലെ ഇല്ലാത്തതായി നിസ്സാരമായി കാണുന്നുവോ അവനാണ് ജ്ഞാനി, അവനാണ് വിവേകി, അവനാണ് പരമാർത്ഥദർശി, സമ്യക് ദർശി. മറ്റവരൊക്കെ തലകിഴായി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതിനെ നമുക്കിനി ഒന്നുകൂടെ ഒന്ന് തലകിഴാക്കിയാൽ നേരെയായി. ഇപ്പൊ തലകിഴായി കണ്ടുകൊണ്ടിരിക്കുന്നതിനെ ഒന്ന് നിവർത്തി നിർത്തിയാൽ നേരെയായി. നമ്മുടെ ബുദ്ധിക്കകത്താണ് നേരെയാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തലകിഴാക്കി നിർത്തിയിരിക്കുന്ന ആ ശക്തിയുടെ പേരാണെന്ത്? മായ. വിപരീതമായി ദർശിപ്പിക്കുന്ന ആ ശക്തിയുടെ പേരാണ് മായ. അഘടിത ഘടന പടീയസി മായ. അപ്പോ വാസ്തവത്തിൽ ഗുണങ്ങളോ വർണ്ണങ്ങളോ ജാതിഭേദമോ ഇല്ലാത്തതായിട്ടുള്ള സുഖചിത് സ്വരൂപമായ ബ്രഹ്മത്തിൽ വിപ്രവിടാതി അഹങ്കൃതിം ച. വിപ്രൻ ബ്രാഹ്മണൻ, വിട്ട് എന്ന് പറഞ്ഞാൽ വൈശ്യൻ. അപ്പൊ ബ്രാഹ്മണൻ, വൈശ്യൻ, ആദി എന്നതുകൊണ്ട് ക്ഷത്രിയൻ, ശൂദ്രൻ ഇത്യാദി. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇത്യാദി അഹങ്കൃതിം ച. അഹങ്കാരത്തെ സ്ഫുടയതി ഉണ്ടാക്കിയെടുക്കുന്നു, വ്യക്തമാക്കുന്നു. അതുപോലെ സുതദാര ഗേഹമോഹം സ്ഫുടയതി. എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഗൃഹം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഭ്രമവും. ഓരോന്നിലും എൻ്റെ 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 എന്നുള്ളതായിട്ടുള്ള ആ മമതയോടുകൂടെ എൻ്റെ പുത്രൻ, എൻ്റെ ദാരം, എൻ്റെ ഗേഹം ഇങ്ങനെയുള്ള മോഹങ്ങളെയും ഭ്രമങ്ങളെയും സ്ഫുടയതി നിർമ്മിക്കുന്നു, ഉണ്ടാക്കുന്നു. ആര്? ഈ മായ എന്ന ശക്തി. അഘടിത ഘടന പടീയസി മായ. ഈ ജഗത് നിർമ്മിക്കുന്നത് മായയാണ്. ഈ ജഗത്തിലെ വൈവിധ്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ മായ എന്ന ശക്തിയാണ്. ഈശ്വരന്റെ അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ അഭിന്നയായ ഈ ശക്തി വൈഭവമാണ് മായ. ഏകമായതിനെ പലതായി തോന്നിപ്പിക്കുന്ന ആ ശക്തി. ഇല്ലാത്ത മഴവില്ല് ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക്, അല്ലേ? ആകാശത്തിൽ ഇല്ലാത്ത നീലനിറം നമുക്കുണ്ടെന്ന് തോന്നുന്നു. സന്ധ്യാനേരത്ത് ആകാശത്തിൽ ഇല്ലാത്ത ചുവന്ന നിറം ഉണ്ടെന്ന് തോന്നുന്നു. ചക്രവാളം ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് നമ്മുടെ കണ്ണിന് തോന്നലുണ്ട്. തോന്നൽ മാത്രമാണ്. മഴവില്ലിനെ ആരെങ്കിലും പിടിച്ചു തരുമോ? അതൊരു ഭ്രമമാണ്, ഒരു പ്രതിഭാസമാണ്. പക്ഷെ എല്ലാവരും കാണുന്നുണ്ട്, അല്ലേ? എല്ലാവരെയും ഭ്രമിപ്പിക്കാനുള്ള സാമർഥ്യമുള്ളതാണ് ഈ മായ. ആകാശത്തിൻ്റെ നീലനിറം എല്ലാവർക്കും അനുഭവമാണ്.
കടലിൻ്റെ നീല നിറം എല്ലാവർക്കും അനുഭവമാണ്. അങ്ങനെ എല്ലാവരുടെയും കണ്ണ് കെട്ടാൻ സാമർഥ്യമുള്ള മിടുക്കിയാണ് ഈ മായ. ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുന്ന മിടുക്കി. ആ അമ്മയെ അറിഞ്ഞിരിക്കുക, ആ അമ്മയെ ഭജിക്കുക. ആ അമ്മയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നമ്മുടെ കണ്ണ് തുറപ്പിക്കും. അമ്മയുടെ അനുഗ്രഹം കൊണ്ടേ അമ്മയെ അറിയാൻ, സത്യമറിയാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ മായയെ തന്നെ വിദ്യാസ്വരൂപിണിയായി ഉപാസിക്കുന്നത്. ആ വിദ്യാസ്വരൂപിണിയായ മായയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഉള്ളിലെ അവിദ്യ മാറി നമ്മുടെ ഉള്ളിൽ വിദ്യ പ്രകാശിക്കും, ജ്ഞാനം പ്രകാശിക്കും, വസ്തുതത്വം പ്രകാശിക്കും. ആ വസ്തുതത്വം പ്രകാശിക്കാൻ ഈ അമ്മയുടെ അനുഗ്രഹം നമുക്ക് വേണം, മായയാകുന്ന അമ്മയുടെ. അപഗത ഗുണവർണ്ണ ജാതി ഭേദേ സുഖചിതി വിപ്രവിടാദ്യഹങ്കൃതിം ച സ്ഫുടയതി സുതദാരഗേഹമോഹം ത്വഘടിതഘടനാ പടീയസീ മായാ ത്വഘടിതഘടനാ പടീയസീ മായാ വിധിഹരിഹര വിഭേദമപ്യഖണ്ഡേ ബദവിരചയ്യ ബുധാനപി പ്രകാമം ഭ്രമയതി ഹരിഹര ഭേദഭാവാൻ അഘടിതഘടനാ പടീയസീ മായാ വിധിഹരിഹര വിഭേദമപ്യഖണ്ഡേ ബദവിരചയ്യ ബുധാനപി പ്രകാമം ഭ്രമയതി ഹരിഹര ഭേദഭാവാൻ അഘടിതഘടനാ പടീയസീ മായാ അഘടിതഘടനാ പടീയസീ മായാ. വിധി ഹരി ഹര വിഭേദമപി അഖണ്ഡേ വിരചയ്യ അഖണ്ഡേ സച്ചിദാനന്ദേ അഖണ്ഡമായ സച്ചിദാനന്ദമായ ബ്രഹ്മത്തിൽ വിധി ഹരി ഹര വിഭേദം. വിധി ബ്രഹ്മദേവൻ സൃഷ്ടികർത്താവ്, ഹരി വിഷ്ണു പരിപാലനകർത്താവ് സ്ഥിതികർത്താവ്, ഹരൻ രുദ്രൻ സംഹാരകർത്താവ്. ഇങ്ങനെ സൃഷ്ടികർത്താവ്, സ്ഥിതികർത്താവ്, സംഹാരകർത്താവ്, ഇങ്ങനെ മൂന്ന് കർത്തൃത്വം മൂന്ന് പേരിൽ ആരോപിച്ച് മൂന്ന് പേരാക്കി തീർത്ത് വിധിയെന്നും ഹരിയെന്നും ഹരനെന്നും നാമം ചെയ്ത് ഏതിലാണ്? അഖണ്ഡേ സച്ചിദാനന്ദേ ബ്രഹ്മണി. അഖണ്ഡവും സച്ചിദാനന്ദവുമായ ബ്രഹ്മത്തിൽ, ഏകവും അദ്വിതീയവുമായ ബ്രഹ്മത്തിൽ മൂന്ന് ഭാവങ്ങളെ കൽപ്പിച്ച് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെന്ന് ത്രിമൂർത്തികളെ സൃഷ്ടിച്ച് ബദ കഷ്ടം ബുധാനപി പ്രകാമം ഭ്രമയതി. ബുധാനപി വലിയ പണ്ഡിതന്മാരെ പോലും ജ്ഞാനികളെ പോലും ഇഷ്ടം പോലെ ഭ്രമിപ്പിക്കുന്നു. എങ്ങനെ? ഹരിഹര ഭേദഭാവാൻ. ഞാൻ വൈഷ്ണവൻ, ഞാൻ ശൈവൻ, ഞാൻ വിഷ്ണുവിനെ ഉപാസിക്കില്ല, ഞാൻ ശൈവനാണ്, ഞാൻ വൈഷ്ണവനാണ്, ശിവക്ഷേത്രത്തിൽ പോവില്ല, ശിവനെ കാണില്ല, ശിവ എന്ന് വിളിക്കില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ വിഷ്ണു സഹസ്രനാമവും ചൊല്ലാൻ പറ്റില്ല വിഷ്ണു ഭക്തന്മാർക്ക്. കാരണം ഇഷ്ടം പോലെ നാമങ്ങൾ, ശിവന്റെ നാമങ്ങൾ ഇതിലുണ്ട്. ശിവഹ, സ്ഥാണുഹു, രുദ്രഹ ഇത്യാദി നാമങ്ങൾ വിഷ്ണു സഹസ്രനാമത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ശൈവന്മാർക്ക് ശിവസഹസ്രനാമവും ചൊല്ലാൻ പറ്റില്ല, കാരണം അതിലുണ്ട് വിഷ്ണുവിന്റെ നാമങ്ങൾ. ഇനിയിപ്പോൾ അതൊക്കെ വെട്ടിയിട്ട് ചൊല്ലുമായിരിക്കും അവര്. ശൈവമായിട്ടുള്ള നാമങ്ങളൊക്കെ വിഷ്ണു സഹസ്രനാമത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്തിട്ട് വേണ്ടി വരും ഒരു വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ, ഡിലീറ്റ് ചെയ്തിട്ട്.
അങ്ങനെ നോക്കുമ്പോൾ പകുതിയോളം നാമങ്ങൾ പോകും. സഹസ്രനാമം പോയിട്ട് ഏതാനും ശതനാമങ്ങളായി മാറും. 500 600 ഉണ്ടാവുള്ളൂ. അപ്പം എന്തുകൊണ്ട്? ചിന്തിക്കാത്തത് കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട്. പക്ഷേ വലിയ ബുദ്ധിമാന്മാരതൊക്കെ ഭാവമൊക്കെ ഉണ്ട്, പക്ഷേ ഈ സത്യം അറിയുന്നില്ല അവർ. അങ്ങനെ ഹരിഹര ഭേദഭാവാൻ വിരചയ്യ, ഹരിയെന്നും ഹരനെന്നുമുള്ള ഭേദഭാവങ്ങളെ വിരചിച്ച് ബുധാനബി പ്രകാമം ഭ്രമയതി, ബുദ്ധിമാന്മാരെ പോലും നല്ലതുപോലെ, പ്രകാമം എന്ന് പറഞ്ഞാൽ യഥേഷ്ടം എന്നർത്ഥമാണ്, നല്ലതുപോലെ ഭ്രമിപ്പിക്കുന്നു, തമ്മിലടിപ്പിക്കുന്നു, ശണ്ട കൂടിക്കുന്നു. അതിൻ്റെ പേരിൽ മഹായുദ്ധങ്ങൾ വരെ വേണമെങ്കിൽ ഉണ്ടാവാം. ഒന്നിൻ്റെ പേരിൽ, ഒന്ന് പലതാണെന്നുള്ള ശണ്ട. ഏകവും അദ്വിതീയവുമായിട്ടുള്ള അഖണ്ഡേ സച്ചിദാനന്ദേ ബ്രഹ്മണി വിധി ഹരിഹര വിഭേദ ഭേദം. ദക്ഷയാഗമൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഏകനായ ഭഗവാനെ വേറെ വേറെ കൽപ്പിച്ച് ദക്ഷൻ മത്സരിച്ചു. വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും ബഹുമാനിക്കും. ബ്രഹ്മാവ് തൻ്റെ അച്ഛനായതുകൊണ്ട് ബഹുമാനിക്കും, വിഷ്ണുവിനെ താൻ ആരാധിക്കും. എന്നാൽ ശിവനെ തനിക്ക് ഒട്ടും ഇഷ്ടമേ അല്ല. ശിവനെ ദ്വേഷിക്കും, ശിവനെ ഉപദ്രവിക്കും, ശിവന് പൂജ കൊടുക്കില്ല, ശപിക്കും, ഒറ്റപ്പെടുത്തും, മറ്റുള്ളവരോടും ആജ്ഞാപിക്കും ശിവനെ നിങ്ങൾ ബഹുമാനിച്ചു പോകരുതെന്ന്. അങ്ങനെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ആളാണ് ദക്ഷൻ. പണ്ഡിതനല്ലേ? ആണ്, മിടുക്കനാണ്. ബുധാനപി, ബുദ്ധിമാനാണെങ്കിലും സ്വയം ഭ്രമിച്ച് ഹരിഹര ഭേദം കൊണ്ട് തല പോയി കിട്ടി അല്ലേ? എത്രയോ ആളുകൾക്ക് അത് കാരണം പരിക്കുകളേറ്റു, ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ഒരു ലോകയുദ്ധം പോലൊരു യുദ്ധം തന്നെയായിരുന്നു. നഷ്ടങ്ങളുണ്ടായി. അതുപോലെ ധ്രുവന്റെ കഥയിലാണെങ്കിലും പൃഥുവിൻ്റെ കഥയിലാണെങ്കിലും ഭേദബുദ്ധി കൊണ്ടുള്ളതായിട്ടുള്ള ശണ്ടകൾ. എൻ്റെ സഹോദരനെ മറ്റൊരു വർഗത്തിൽപ്പെട്ട ഒരാൾ വധിച്ചു, അപ്പം ഞാൻ ആ വർഗത്തെ തന്നെ ഉന്മൂലനം ചെയ്യും. അതായിരുന്നു ധ്രുവന്റെ മത്സരബുദ്ധി. ധ്രുവന്റെ ഉള്ളിലുള്ള രജോഗുണം കൊണ്ട് ഏതോ ഒരു യക്ഷൻ ഏതോ ഒരു ഉത്തമനെ വധിച്ചു അത്രേ. അപ്പോൾ ഉത്തമൻ എൻ്റെ സഹോദരനാണ്, അതുകൊണ്ട് യക്ഷന്മാരൊക്കെ എൻ്റെ ശത്രുക്കളുമാണ്, നിരപരാധികളായ യക്ഷന്മാരൊക്കെ എൻ്റെ ശത്രുക്കളാണെന്ന് ശത്രുപക്ഷത്തേക്ക് സർവയക്ഷന്മാരെയും തള്ളിവിട്ട് ഈ ഉത്തമൻ മാത്രം എൻ്റെ സഹോദരൻ എന്ന ഭേദബുദ്ധിയോടുകൂടെ യക്ഷന്മാരോട് യുദ്ധം ചെയ്ത്, കുബേരനോട് യുദ്ധം ചെയ്ത് അനേക യക്ഷന്മാരെ കൊന്നൊടുക്കി. അവസാനം മുത്തച്ഛനായ മനു വന്നിട്ട് ശാസിച്ചു പേരക്കുട്ടിയെ, എന്ത് പണിയാ നീ കാണിക്കണത്? നമ്മുടെ വംശത്തിന് ചേർന്ന പണിയല്ല നീ ചെയ്യുന്നത്. ഏതോ ഒരു യക്ഷൻ ഉത്തമനെ വധിച്ചു എന്ന് പറഞ്ഞിട്ട് എത്ര നിരപരാധികളായ യക്ഷന്മാരെയാണ് നീ വധിച്ചു കൂട്ടുന്നത്? ഇത് ഭഗവാൻ ഇഷ്ടമല്ല. നീ ചെയ്യുന്ന പ്രവൃത്തി ഭഗവാൻ ഇഷ്ടമല്ല. നീ ഭഗവാനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച ഒരാളല്ലേ? 6 മാസത്തെ കഠിന തപസ് കൊണ്ട് ഭഗവാനെ നേരിൽ കണ്ട ആളാണ് നീ. എന്നിട്ടും നീ എന്താ ഇങ്ങനെ? നീ എന്ത് വിവരക്കേടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മുത്തച്ഛനായ മനു, സ്വയംഭുവ മനു വന്നിട്ട് ധ്രുവനെ ശാസിക്കുന്നു. അപ്പോഴാണ് തല തിരിഞ്ഞത് ധ്രുവന്. അല്ലല്ല, എനിക്ക് എന്താ അബദ്ധമാണ് പറ്റിയത്? എല്ലാം ഭഗവാനായിരിക്കെ ഞാൻ ഒരാളെ എൻ്റെ അനുജനെന്നും മറ്റ് കുറേ ആളുകളെ അനുജനെ കൊന്ന ശത്രുക്കളെന്നും വകതിരിച്ചു. അങ്ങനെയാണ് ഈ യുദ്ധം മുഴുവൻ ഉണ്ടായത്. എത്രയോ ആളുകൾ മരിച്ചത്.
അതേപോലെയാണ് പൃഥുവിൻ്റെ ചരിത്രത്തിലും ഇന്ദ്രനോട് മത്സരിക്കുന്ന പൃഥു. ഇന്ദ്രൻ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാന് വേണ്ടി യാഗം ചെയ്യുന്ന പൃഥു, ഭഗവാൻ പ്രസാദിക്കണം എന്ന് പറഞ്ഞ് യാഗം ചെയ്യുന്ന പൃഥു, ഭഗവാന്റെ തന്നെ മാനിഫെസ്റ്റേഷനായ ഭഗവാൻ തന്നെ സ്ഥാനം ഇരുത്തിയിരിക്കുന്ന ഇന്ദ്രനെ കൊല്ലാനായിട്ട് ഹോമം ചെയ്യുക. ഇന്ദ്രനെ ഹോമിക്കാനായിക്കൊണ്ട് ആഭിചാര മന്ത്രം ചൊല്ലി ഇന്ദ്രനെ ഹോമിക്കാൻ പുറപ്പെട്ടു. അപ്പോഴാണ് ഭഗവാൻ വന്നത്. ആദ്യം ബ്രഹ്മദേവൻ വന്നു, പിന്നെ ഭഗവാൻ വന്നു പറഞ്ഞു, ഏയ് പൃഥു, അങ്ങും ഞാനും ദാ ഈ നിൽക്കുന്ന ഇന്ദ്രനും ആ ബ്രഹ്മദേവനും ഒക്കെ ഒന്നാണ് കേട്ടോ. നമ്മൾ തമ്മിൽ യാതൊരു ഭേദവുമില്ല. നമ്മൾ ഓരോ റോളുകൾ ഇങ്ങനെ മാറി മാറി ഇരിക്കുന്നു എന്നേ ഉള്ളൂ. ഇന്ദ്രൻ 3 ലോകത്തിൻ്റെ അധിപതിയായിരിക്കണു, അങ്ങ് ഭൂമിയുടെ അധിപതിയായിരിക്കണു, ബ്രഹ്മാവ് സൃഷ്ടിയുടെ അധിപതിയായിരിക്കണു, ഞാൻ എല്ലാറ്റിനും മുകളിലിരിക്കണു. ഇത്രേ ഉള്ളൂ. ഞാൻ തന്നെയാണ് ഇന്ദ്രനും, ഞാൻ തന്നെയാണ് ബ്രഹ്മാവും, ഞാൻ തന്നെയാണ് അങ്ങും. എന്തിനാ ഈ ഭേദഭാവം കൊണ്ട് മത്സരം? ഉപേക്ഷിക്കൂ, മത്സരം ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് പൃഥുവിന് തലതിരിഞ്ഞത്. പൃഥു ക്ഷമാപണം ചെയ്തത്, ഭഗവാനെ സ്തുതിച്ചത്. ഭഗവാനെ, അങ്ങയുടെ തത്വം അറിയാതെ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. അങ്ങയുടെ തത്വം അറിയാൻ വേണ്ടി അങ്ങയുടെ ഭക്തി ഉണ്ടാവണം, ആ ഭക്തി തരൂ എനിക്ക് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ധ്രുവനും അത് തന്നെയാണ് പ്രാർത്ഥിച്ച്, ഭക്തി തരൂ എന്ന് കുബേരനോട്. ദക്ഷനും അത് തന്നെയാണ് പ്രാർത്ഥിച്ച്, യഥാർത്ഥ ഭക്തി, യഥാർത്ഥ പ്രേമം, ജ്ഞാനപൂർവമായ ഭക്തി, മൂഢഭക്തിയല്ല. ജ്ഞാനത്തോടു കൂടിയുള്ള ഭക്തിയിൽ പ്രേമം മാത്രമേ ഉള്ളൂ. ലോകത്തെ തന്നെ പ്രേമിക്കുക. ആരോടും ഭേദബുദ്ധിയില്ലാതെ, ആരോടും മത്സരമില്ലാതെ. ഹരിഹര ഭേദഭാവങ്ങൾ ബുധന്മാർക്ക് പോലും ഉണ്ടാകുന്നു മായയുടെ ലീല. വാസ്തവത്തിൽ അഖണ്ഡവും സച്ചിദാനന്ദവുമായ ബ്രഹ്മം വിധി ഹരിഹര വിഭേദമപി അഖണ്ഡേ വിരചയ്യ ബുധാനപി പ്രകാമം ഭ്രമയതി ഹരിഹര ഭേദഭാവാൻ. ഇതിൻ്റെയൊക്കെ സൂത്രധാരിണി, പുറകിൽ കളിക്കുന്നവൾ ഈ മായയാണ്. അഘടിത ഘടനാ പടീയസീ മായ വിധി ഹരിഹര വിഭേദമപ്യഖണ്ഡേ ബദവിരചയ്യ ബുധാനപി പ്രകാമം ഭ്രമയതി ഹരിഹര ഭേദഭാവാൻ അഘടിത ഘടനാ പടീയസീ മായ അഘടിത ഘടനാ പടീയസീ മായ. അപ്പം ഇങ്ങനെ മായയെക്കുറിച്ച് ഏതാനും ചില ശ്ലോകങ്ങൾ, ഏതാനും ചില ആശയങ്ങൾ ആചാര്യ ഭഗവത്പാദർക്ക് തൽക്കാലം തോന്നിയപ്പോൾ രചിച്ച 5 ശ്ലോകങ്ങൾ മാത്രം നമുക്ക് കാണാപ്പാഠം പഠിക്കാനും ചൊല്ലിക്കൊണ്ട് നടക്കാനും അതുകൊണ്ട് തന്നെ നമ്മുടെ മായാഭ്രമങ്ങളെ ജയിക്കാനും സാധിക്കും. ഈ മായയുടെ സാമർഥ്യമാണ് നമ്മളായിട്ട് കുരങ്ങ് കളിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ കുരങ്ങ് കളി നിർത്തും. നമ്മൾ ഈ വട്ടം കറങ്ങുന്നത് നിർത്തും. അതിന് മായയെ അറിയണം. മായയെക്കുറിച്ച് ഇനി ഒരുപാട് അറിയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. അത് വേറെ ഗ്രന്ഥങ്ങളിൽ ആചാര്യ ഭഗവത്പാദർ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അവിടെ കാണാം. ഇപ്പം തൽക്കാലം ഇതാ അവസാനിപ്പിക്കുന്നു. യാമാ എന്ന് പറഞ്ഞാലും അത് തൃപ്തിയാവില്ല. ഇല്ലാത്തവൾ ശരി തന്നെയാണ് ഒരർത്ഥത്തിൽ, എന്നാലോ അവളുടെ ഇഫക്റ്റ് ഉണ്ട് താനും. അതുകൊണ്ട് നിഷേധിക്കാനും നിവൃത്തിയില്ല. ഇല്ലാത്തവൾ എന്നാണ് യാമാ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇല്ലായ്മ ഇല്ലേനും ആ ശക്തി ഉണ്ടവിടെ.
ശക്തി ഉള്ളത് കൊണ്ടാണ് നിഷേധിക്കാനും നിവൃത്തിയില്ല. അതാണ് വിവേക ചൂടാമണിയിലെ ആചാര്യ ഭഗവത്പാദർ പറഞ്ഞത്, സന്നാപ്യസന്നാപ്യുഭയാത്മികാനോ ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മികാനോ സാംഗാപ്യനംഗാപ്യുഭയാത്മികാനോ മഹാത്ഭുതാ നിർവചനീയ രൂപ. അപ്പോൾ യാമ എന്ന വാക്കുകൊണ്ട് മാത്രം മായയെ പറഞ്ഞു നിർത്താൻ പറ്റില്ല, നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇഫക്റ്റ് നല്ലപോലെ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്. കാര്യാനുമേയ സുധിയൈവമായ അവ്യക്തനാമനി, അവ്യക്തമായതുകൊണ്ട് ഇല്ല എന്നില്ല, അതിൻ്റെ കാര്യം ഇവിടെ പ്രകടമാണ്. അതുകൊണ്ട് നമുക്ക് ബഹുമാനിക്കാം, മായയെ ബഹുമാനിക്കാം. ഇല്ലാത്തവളെന്ന് പറഞ്ഞാൽ തീരെ അവഗണിക്കാൻ പറ്റില്ല. ഇല്ലാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗണനയായിരിക്കും. പിന്നെ അങ്ങനെ അവഗണിക്കേണ്ടതല്ല, ഒന്ന് ബഹുമാനിക്കാം. മായയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ മായയുടെ തത്വം നമുക്ക്, മായയുടെ കളികൾ നമുക്ക് അറിയാറാവട്ടെ. പരാശക്തിയാണ് മായ. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി. ഓം. അപ്പം ഇങ്ങനെ മായാപഞ്ചകം തൽക്കാലം സമർപ്പിക്കുന്നു. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം മായാപഞ്ചകം. ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. നാരായണ. 10:30 മണിക്ക് സുന്ദരകാന്ഡത്തിൽ കാണാം. ഹരി ഓം.